കാർഡൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വെറൈറ്റി പ്രോബ്ലംസ് ഒന്നും അതിനകത്തില്ല. ആകെ രണ്ട് ടൈപ്പൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ രണ്ടാമത്തെ ടൈപ്പ് ഒരെണ്ണം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ടൈപ്പ് കുറച്ചും കൂടെ എളുപ്പമാണ്. അതായത് ഡയറക്റ്റായിട്ട് ഈ ഒരു ക്യൂബിക് ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ എക്സ് സ്ക്വയർ എന്ന ടേം ഇല്ല. എക്സ് സ്ക്വയർ എന്ന ടേം ഇല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. നമ്മളൊരു 7 സ്റ്റെപ്പൊക്കെ ആയിട്ട് ആ ഒരു കാർഡൻസ് ഫോർമുല യൂസ് ചെയ്യുന്നത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ട, സെക്കൻഡ് സ്റ്റെപ്പും ചെയ്യേണ്ട, 7th സ്റ്റെപ്പും ചെയ്യേണ്ട. ഓക്കെ, ഡയറക്റ്റായിട്ട് 3rd സ്റ്റെപ്പ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ദ ഗിവൺ ഇക്വേഷൻസ് ഈസ് ഇൻ ദ ഫോം എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ. നമ്മൾ നോർമലി ചെയ്യുകയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന ടേം ഉണ്ടായിരുന്നെങ്കിൽ വൈ എന്ന വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് കെ എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പർപ്പസ് ആ വൈ സ്ക്വയർ എന്ന ടേം, അതായത് സ്ക്വയർ ടേം റിമൂവ് ചെയ്യലായിരുന്നു. ഓൾറെഡി റിമൂവ്ഡ് ആയതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പും ചെയ്യേണ്ട, സെക്കൻഡ് സ്റ്റെപ്പും ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് 3rd സ്റ്റെപ്പ്, അതായത് പിയുടെ വാല്യൂം ക്യൂയുടെ വാല്യൂം കാണുന്ന സ്റ്റെപ്പ് ചെയ്യാം. അതായത് ഗിവൺ ഇക്വേഷൻസ് ഈസ് ഇൻ ദ ഫോം എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ഈക്വൽ 0 എന്ന് എഴുതുക. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിയുടെ സ്ഥാനത്ത് -9 ആണ്, ക്യൂവിൻ്റെ സ്ഥാനത്ത് 28 ആണ്. പിയും ക്യൂവും കിട്ടി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയും ബിയും കാണലാണ്. ഡെൽറ്റ കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. നമ്മളൊരു പോയിന്റിൽ എത്തുമ്പോൾ റൂട്ട്സ് എഴുതാൻ, ഫൈനലായിട്ട് റൂട്ട്സ് എഴുതുമ്പോൾ ഡെൽറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് കോൺജുഗേറ്റ് ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഡെൽറ്റ കാണുകയാണ് നല്ലത്. പിന്നെ നമ്മുടെ എൻ്റെയും ബിൻ്റെയും ഇക്വേഷൻ കുറച്ച് സിമ്പിളാവും കൂടെ ചെയ്യും. ഓക്കെ, ഡെൽറ്റ അതായത് ഡിറ്റർമിനൻ്റ് ഇക്വേഷൻ 4p³ + 27q² ആയിരുന്നു. പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ കൊടുത്തിട്ട് ആ ഡെൽറ്റയുടെ വാല്യൂ സൈഡിൽ കാണാം. ഇനി അത് കാണുന്നില്ല, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എയുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്തായാലും ഡെൽറ്റയുടെ വാല്യൂ കാണുമ്പോൾ >0 ആണ്. നമ്മൾ 3 കേസസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. >0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു റിയൽ റൂട്ടും 2 കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സും ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഫൈനൽ ആൻസർ എന്തായാലും അങ്ങനെ വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ 18,252. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -q/2 പ്ലസ് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടുക -14 + 13 = -1 ആണ് എയുടെ വാല്യൂ കിട്ടുക. ബീൻ്റെ വാല്യൂ അതുപോലെ. ഞാനത് എഴുതി സോൾവ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത്രയും വീഡിയോൻ്റെ ലെങ്ത്ത് കുറയും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഇതുപോലെ ബീൻ്റെ വാല്യൂ കാണുമ്പോൾ എയുടെ ഇക്വേഷനിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, പ്ലസ് മാറ്റി മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കി നമ്പേഴ്സൊക്കെ സെയിം. -14 + 13 എന്നുള്ളത് -14 - 13 ആവും. സോ അവിടെ -1 വന്നത് ഇവിടെ -27 ആണ്. അപ്പോൾ എയും ബിയും കാൽക്കുലേറ്റ് ചെയ്തു. നമ്മുടെ 4th സ്റ്റെപ്പായിരുന്നു തോന്നുന്നു ഇത്. അതും കംപ്ലീറ്റ് ആയി. ഇനിയാണ് മെയിൻ ഇഷ്യൂ അല്ലെങ്കിൽ മെയിൻ പോയിൻ്റ് വരുന്നത്, a⁻⁴ b⁻⁴ ഫിക്സ് ചെയ്യൽ. ഓക്കെ, അപ്പോൾ a = -1 ആയതുകൊണ്ട് അതിൻ്റെ റൂട്ട്സ്, ഒരു റൂട്ട് നമ്മൾ എന്തായാലും ക്യൂബിക് റൂട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം -1 ആണെന്ന് അല്ലേ. പിന്നെയുള്ള ക്യൂബിക് റൂട്ടുകൾ -1 ω, -1 ω², അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു a⁻⁴ എന്നുണ്ട് ഒരു ക്യൂബിക് റൂട്ട് നമുക്ക് -1 കണ്ടുപിടിക്കാം. ബീൻ്റെ ഒരു ക്യൂബിക് റൂട്ട് നമുക്ക് -27 ഉള്ളത് ഒരു ക്യൂബിക് റൂട്ട് വരിക -3 ആണ്. ഓക്കെ, ഇതുതന്നെയാണ് a⁻⁴ b⁻⁴ എന്ന് ഫിക്സ് ചെയ്യാൻ നമ്മളൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? a⁻⁴ b⁻⁴ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -p/3 കിട്ടണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയ a⁻⁴ b⁻⁴ ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എൻ്റെയും ബീൻ്റെയും ഓരോ റൂട്ടുകൾ എഴുതി വയ്ക്കുക. എന്നിട്ട് അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മിക്ക കേസിലും നിങ്ങൾക്ക് -p/3 ഡയറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് -1ൻ്റെ ഒരു ക്യൂബിക് റൂട്ട് -1, -27ൻ്റെ ഒരു ക്യൂബിക് റൂട്ട് -3. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതിനാദ്യം -p/3 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാവും നല്ലത്. -p/3 പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ -9 ആണ് പിയുടെ വാല്യൂ. അപ്പോൾ -p എന്ന് പറഞ്ഞാൽ 9/3 എന്ന് പറഞ്ഞാൽ 3. ഓക്കെ, -p/3ൻ്റെ വാല്യൂ 3 ആണ്. 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1 × -3 3 വരുന്നുണ്ട്. സോ ഇത് തന്നെ നമുക്ക് a⁻⁴ b⁻⁴ ആയിട്ട് ഓപ്റ്റ് ചെയ്യാം. നിങ്ങളത് വെറുതെ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞു പോയാൽ പോരാ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. -1 × -3, അതായത് നമുക്ക് കിട്ടിയ a⁻⁴ × b⁻⁴ ചെയ്തപ്പോൾ വാല്യൂ വരുന്നത് 3 ആണ്. -p/3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും 3 ആണ്. സോ
എ റേസ് ടു 1/3 ഇൻറ്റു ബി റേസ് ടു 1/3 ഈക്വൽ ടു -b/3 സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് എ റേസ് ടു 1/3 ഈക്വൽ ടു -1 എന്നും ബി റേസ് ടു 1/3 ഈക്വൽ ടു -3 എന്നും എടുക്കാം. ഓക്കെ, therefore by Cardan's formula roots of the given equation അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഓഫ് ദ ഗിവൺ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് x1 x2 x3 എഴുതി കൊടുക്കാം. ഇനി ജസ്റ്റ് ഒരേ ഫോമാറ്റാണ്. ആ 5th സ്റ്റെപ്പാണ് മെയിൻ. എ റേസ് ടു 1/3 ബി റേസ് ടു 1/3 ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു 1/3 പ്ലസ് ബി റേസ് ടു 1/3 നമുക്ക് കിട്ടിയ എ റേസ് ടു 1/3 ബി റേസ് ടു 1/3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1 പ്ലസ് -3 -4 വരും. x2 കാണുമ്പോൾ ശ്രദ്ധിക്കുക, ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ കൊടുക്കണം. ജസ്റ്റ് സിംപ്ലിഫിക്കേഷനും ഉണ്ടായിരിക്കും. ഒമേഗ ഇൻറ്റു എ റേസ് ടു 1/3 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ബി റേസ് ടു 1/3. ഒമേഗയുടെ വാല്യൂ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്, -1 പ്ലസ് i√3/2. ഒമേഗ സ്ക്വയർ -1 മൈനസ് i√3/2. ഒരെണ്ണത്തിന് -1 കൊണ്ടും ഒരെണ്ണത്തിന് -3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ബ്രാക്കറ്റ് പൊളിച്ച് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അല്ലെങ്കിൽ പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇതിൻ്റെ റിയൽ പാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ -1/2 ഇൻറ്റു -1 അപ്പോൾ എന്താ വരിക 1/2. ഇനി ഇവിടെ നിന്ന് ഒരു റിയൽ പാർട്ടും കൂടെ കിട്ടും, -1/2 ഇൻറ്റു -3 അപ്പോൾ +3/2. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ റിയൽ പാർട്ട് 1/2, ഈ സൈഡിൽ നിന്ന് കിട്ടിയ റിയൽ പാർട്ട് 3/2. 1/2 + 3/2 സൈഡിൽ വെച്ചു. ഇനി ഇമാജിനറി പാർട്ട് നോക്കാം. ഇവിടെ നിന്ന് കിട്ടുക ഒരു i√3/2 ഇവിടെയുണ്ട്, ഇവിടെ ഒരു i√3/2 ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും i√3 പുറത്ത് വയ്ക്കുന്നു. √3 കൊണ്ട് കാര്യമൊന്നുമില്ല. ബാക്കിയുള്ളത് വരിക ഒരു -1/2 ഉണ്ടായിരിക്കും. i√3 ഇൻറ്റു -1/2. ഇവിടെ നിന്ന് വരിക i√3 ഉണ്ടായിരിക്കും, -i√3 ആണ്. പിന്നെ ഒരു -3 ഉണ്ടാവും, അപ്പോൾ +3 ആയി, /2 കൂടെ ഉണ്ടാവും. അപ്പോൾ -3/2 വരുന്നുണ്ട്, +3/2 ആവും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ, ജസ്റ്റ് കാൽക്കുലേഷനാണ്. 1/2 + 3/2 ചെയ്യുമ്പോൾ 2 വരും. അതുപോലെ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ -1/2 + 3/2 ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആയി പോവും. ഓക്കെ, സോ 2 + i√3 ആണ് x2 വരിക. ഇനി x3 ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ഒമേഗ സ്ക്വയർ, ഈ ഒമേഗ സ്ക്വയർ ഇപ്പുറത്തും ഒമേഗ ബി റേസ് ടു 1/3 കൂടെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേസ് 1ൽ ഡെൽറ്റ >0 ആണെങ്കിൽ x3 ഈസ് ദ കോൺജുഗേറ്റ് ഓഫ് x2. അതായത് ഒരു റിയൽ റൂട്ട് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 2 കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സും ഉണ്ടാവുക. സോ നമുക്ക് x2 ഓൾറെഡി കിട്ടിയതുകൊണ്ട് x2ൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും x3 എന്ന് പറയാം. ഇപ്പോൾ 2 + i√3 ഒരു റൂട്ട് ആയതുകൊണ്ട് x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 - i√3 ആവുന്നുണ്ട്. അങ്ങനെ കൺക്ലൂഡ് ചെയ്താലും മതി. ഈ ഒരു റീസൺ അവിടെ സൈഡിൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ x1ഉം x2ഉം x3ഉം കിട്ടി, സൊല്യൂഷനായി. നമ്മുടെ 7th സ്റ്റെപ്പ് ഒന്നും ചെയ്യാൻ പോകണ്ട, ഇവിടെ തന്നെ ആൻസറായി. ഓക്കെ, ഇനി കാർഡൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാമെന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ഇതിൽ ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ -4 ഇതിൻ്റെ ഒരു റൂട്ടാണെന്നുള്ള ഇൻസ്പെക്ഷനിലൂടെ, അതായത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്, ഇതിൽ -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെങ്കിൽ ഓക്കെ. അതുപോലെ ചില കേസിൽ ചില ഇക്വേഷനിലൊക്കെ ഉണ്ടാവും 1 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടുന്നത്. അതായത് 1 അതിൻ്റെ റൂട്ടാണെന്ന് പെട്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഒരു റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിന് സെക്കൻഡ് ഡിഗ്രിക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു റൂട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയിട്ട് മനസ്സിലാവുകയെന്നുണ്ടെങ്കിൽ കാർഡൻസ് ഫോർമുല യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്പെക്ഷനിലൂടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ -4 അതിൻ്റെ റൂട്ടാണെന്ന് കിട്ടിയെന്ന് കരുതുക. ഓക്കെ, അല്ലെങ്കിൽ സൊല്യൂഷനാണെന്ന് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, x+4 അതിൻ്റെ ഫാക്ടറാണ്. തന്ന പോളിനോമിയലായിരുന്നു, ക്വസ്റ്റ്യനിൽ തന്ന പോളിനോമിയലായിരുന്നു ഇത്. -4 സൊല്യൂഷനാണ് അല്ലെങ്കിൽ റൂട്ടാണെന്നുണ്ടെങ്കിൽ x+4 അതിൻ്റെ ഫാക്ടറായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ആയിട്ട് ഡിപ്രസ് ചെയ്യാം. സോ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സെക്കൻഡ് ഡിഗ്രീനെ സോൾവ് ചെയ്താൽ മതി. സെക്കൻഡ് ഡിഗ്രീനെ സോൾവ് ചെയ്യാൻ -b ± ഇത് ഇതുപോലെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 2 + i√3 2 - i√3 ആണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. അതായത് -4ഉം 2 + i√3 2 - i√3 ആയിരിക്കും സൊല്യൂഷൻസ്. അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, തെറ്റൊന്നുമില്ല. കാർഡൻസ് ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യാമെന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇൻസ്പെക്ഷനിലൂടെ -4 ആണോ റൂട്ട് എന്ന് മനസ്സിലാക്കാനൊക്കെ ചിലപ്പോൾ സമയം പിടിക്കും. ഓക്കെ, അപ്പോൾ അതും ശ്രദ്ധിക്കാം. പിന്നെ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതും ഡിഫറൻസ് ഒന്നുമില്ല, സ്റ്റെപ്പുകളിലൊന്നും ഡിഫറൻസ് ഇല്ല. കുറച്ച് വാല്യൂസിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സോൾവ് ചെയ്യാം. ഒരു സോൾവ് ദ ക്യൂബിക് ഇക്വേഷൻ എന്നിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. യൂസിങ് കാർഡൻസ് ഫോർമുല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഫോർമുലാസ് യൂസ് ചെയ്യാൻ തന്നെ വേണം. നേരത്തെ ചെയ്ത പോലെ തന്നെ x² എന്ന ടേം ഇല്ല, x³ + bx + q = 0 എന്ന ഫോമാറ്റിലാണ്. ഈ ഡയലോഗ് എഴുതി കൊടുക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ
പിയുടെ വാല്യൂ 9 ആണ്, ക്യൂവിൻ്റെ വാല്യൂ -2 ആണ്. അത് വെച്ചിട്ട് ആദ്യം ഡെൽറ്റ കാണുന്നത് നല്ലതാണ്. ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്ത കിട്ടിയത് 3024 ആണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഈ ഇക്വേഷനൊക്കെ മസ്റ്റായിട്ട് പഠിച്ച് വയ്ക്കുക, നല്ലതാണ്. 4p³ + 27q². അപ്പോൾ ആ ഡെൽറ്റ വെച്ചിട്ട് എൻ്റെയും ബീൻ്റെയും ഇക്വേഷൻ എഴുതാണ് നല്ലത്. ഡെൽറ്റേൻ്റെ ഇക്വേഷൻ സെപ്പറേറ്റ് കാണിക്കണേ. ശരി, അപ്പം എയുടെ ഇക്വേഷനിൽ ഡെൽറ്റയുടെ വാല്യൂ 3024 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബൈ 108 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ടിനകത്ത് 28 വരും. അപ്പോൾ തെറ്റാണെന്ന് ആരും വിചാരിക്കരുത്. ഇങ്ങനത്തെ വാല്യൂസും പോസിബിളാണ്. √28 വരാം, ഒരു കുഴപ്പമില്ല. ക്യൂവിൻ്റെ വാല്യൂ -2 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് -2 ഒക്കെ വന്ന് 2/2 1 ആയി പോകും. അതായത് എയുടെ വാല്യൂ 1 + √28ഉം ബിയുടെ വാല്യൂ 1 - √28 ആണ് വരിക. നമ്മുടെ എൻ്റെയും ബീൻ്റെയും വാല്യൂവിൽ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് പ്ലസ് ആണെങ്കിൽ ഒന്ന് മൈനസ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ എ 1 + √28ഉം ബി 1 - √28 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി a⁻⁴ b⁻⁴ ഫിക്സ് ചെയ്യുന്ന സ്റ്റെപ്പാണ് അടുത്തത്. ഓക്കെ, ആദ്യം -p/3 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. p 9 ആണ്, അപ്പോൾ p/3 എന്ന് പറഞ്ഞാൽ 9/3 3 ആയിരിക്കും. -p/3 ആകുമ്പോൾ -p/3ൻ്റെ വാല്യൂ -3 ആണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാണാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ ജസ്റ്റ് ഇതിന് ⁻⁴ ഇട്ട് കൊടുത്ത് നോക്കാം. അതായത് 1 + √28 എന്ന നമ്പർ, ഏതോ നമ്പർ, അതിൻ്റെ ⁻⁴ ഇൻറ്റു 1 - √28 ഓൾ ⁻⁴ ജസ്റ്റ് 1/3 ഒമേഗയൊന്നും ഇല്ലാത്ത ക്യൂബ് റൂട്ട്. ഓക്കെ, അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ⁻⁴ അതിൻ്റെ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. കറക്റ്റ് -3 കിട്ടുന്നുണ്ടെങ്കിൽ അവരെടുത്ത് എഴുതിയാൽ മതിയല്ലോ, ഏതാ വാല്യൂ എന്ന് നമുക്ക് അറിയണ്ട. അപ്പോൾ ⁻⁴ രണ്ടിനും ഉണ്ട്. നമ്മൾ പവർ റൂൾ വെച്ചിട്ട് കോമൺ ആയിട്ട് ⁻⁴ എഴുതാം. 1 + √28 ഇൻറ്റു 1 - √28 ഓൾ ⁻⁴ എന്ന് എഴുതി കൊടുക്കാം. ഇത് a + b ഇൻറ്റു a - b ഫോമാറ്റ് അല്ലേ. അപ്പോൾ എന്ത് വരും? a² - b². 1ൻ്റെ സ്ക്വയർ 1 തന്നെ, √28ൻ്റെ സ്ക്വയർ 28. അപ്പോൾ 1 - 28 ഓൾ ⁻⁴ കോമൺ ആയിട്ട് ⁻⁴ ഉണ്ട്. അപ്പോൾ -27 ഓൾ ⁻⁴ വരും. ഓക്കെ, -27 ഓൾ ⁻⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -27ൻ്റെ ക്യൂബ് റൂട്ട്, 27ൻ്റെ ക്യൂബ് റൂട്ട് വരുന്നത് 3 ആണ്. അപ്പോൾ -3 നമുക്ക് കിട്ടി. -p/3 പറഞ്ഞാൽ -3 ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും -3 കിട്ടിയതുകൊണ്ട് നമുക്ക് a⁻⁴ ആയിട്ട് ഇതെടുക്കാം, b⁻⁴ ആയിട്ട് ഇത് എടുക്കാം, ഒമേഗയൊന്നും ഇല്ലാതെ തന്നെ. ഓക്കെ, അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം. 1 + √28 ഓൾ ⁻⁴ ഇൻറ്റു 1 - √28 ഓൾ ⁻⁴ -p/3 കിട്ടിയതുകൊണ്ട് a⁻⁴ വാല്യൂ 1 + √28 ഓൾ ⁻⁴, b⁻⁴ വാല്യൂ 1 - √28 ഓൾ ⁻⁴. പിന്നെ വെറും സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ബൈ ഗാർഡൻസ് ഫോർമുല ദ സൊല്യൂഷൻസ് ഓഫ് ദ ഗിവൺ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞിട്ട് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ആഡ് ചെയ്ത് വയ്ക്കുക, ഒന്നും ചെയ്യണ്ട, അത്ര മതി. ഓക്കെ, x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒമേഗ ഇൻറ്റു a⁻⁴ പ്ലസ് ഒമേഗ² ഇൻറ്റു b⁻⁴. അപ്പം ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തായിരിക്കും. ഒമേഗ² എത്തും. ബ്രാക്കറ്റ് പൊളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിതിവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, എൻ്റെ വാല്യൂ 1 + √28 ഓൾ ⁻⁴ കൊടുത്തു കഴിഞ്ഞാൽ ലെങ്തി ആയി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് a⁻⁴ b⁻⁴ തന്നെ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അല്ലാതെ തന്നെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി കൊടുത്തു കഴിഞ്ഞാൽ റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/2 ഇൻറ്റു a⁻⁴ ഇവിടെ നിന്ന് വരും. ഇവിടെ നിന്ന് അതെ -1/2 ഇൻറ്റു b⁻⁴. അപ്പോൾ -1/2 പുറത്തെടുത്തിട്ട് ഞാൻ a⁻⁴ പ്ലസ് b⁻⁴ എന്ന് എഴുതി റിയൽ പാർട്ട്. ഇനി ഇമാജിനറി പാർട്ട് i√3/2 ഇൻറ്റു a⁻⁴ ഇവിടെ ഉണ്ടാവും. ഇവിടെ -i√3/2 b⁻⁴ ഉണ്ടാവും. അപ്പോൾ രണ്ടിൽ നിന്ന് കോമൺ ആയിട്ട് i√3/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇവിടെ a⁻⁴ ഉണ്ടാവും. ഇവിടെ മൈനസ് ആയതുകൊണ്ട് -b⁻⁴ കൊടുത്താൽ മതി. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങനെ ലാസ്റ്റ് ആൻസറായിട്ട് എഴുതി വയ്ക്കാൻ വേണ്ടി മാത്രം. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട. a⁻⁴ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, b⁻⁴ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക, അവസാനിപ്പിക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഡെൽറ്റ പോസിറ്റീവ് ആണെങ്കിൽ കോംപ്ലക്സ് റൂട്ട്സ് രണ്ടും കോൺജുഗേറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് x2 എന്ന റൂട്ട് കിട്ടി. x3 എഴുതാൻ ജസ്റ്റ് അതിൻ്റെ ഫോർമുല എന്ന് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. എന്നിട്ട് റീസണും എഴുതി കൊടുക്കുക. ഡെൽറ്റ >0 ഡിറ്റർമിനൻറ്റ് >0 ആയതുകൊണ്ട് രണ്ട് കോംപ്ലക്സ് റൂട്ട്സും കോൺജുഗേറ്റ് ആവും. അതുകൊണ്ട് x2ൻ്റെ കോൺജുഗേറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു അപ്രോക്സിമേഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട വരില്ല. നിങ്ങൾ ഇത്ര ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ അത്ര മതിയാവും. ഇനി അപ്രോക്സിമേറ്റ്ലി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക, ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്രോക്സിമേറ്റ് വാല്യൂസൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. അതായത് i ഒക്കെ അവിടെ തന്നെ എഴുതുക. i അല്ലാത്ത നമ്പേഴ്സൊക്കെ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട്
എത്രയാണ് ആ ഡെസിമലൊക്കെ വരും, അതൊക്കെ വന്നോട്ടെ, കുഴപ്പമില്ല. അപ്രോക്സിമേറ്റ് വാല്യൂ കാണാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ തന്നെ അവസാനിപ്പിച്ചോ, കുഴപ്പമൊന്നുമില്ല. ടെക്സ്റ്റിൽ ചെയ്തു വെച്ച അപ്രോക്സിമേറ്റ് വാല്യൂസ് ഇതൊക്കെയാണ്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, x1ഉം x2ഉം x3യും ഈ വാല്യൂസ് ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളെന്തായാലും നോക്കി നോക്ക്. ഇവിടെ x3ൻ്റെ x2ൻ്റെ വാല്യൂസിൽ ഒരു കറക്ഷൻ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു, ഇവിടെ പ്ലസ് ആണെന്നുള്ളത്. അപ്പോൾ അത് നോക്കണ്ട, നിങ്ങൾ ഈ x1 x2 x3 കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ കാർഡൻസ് ഫോർമുല വെച്ചിട്ട് ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യുക. ഇനിയുണ്ട് 1-2 പ്രോബ്ലംസ്.